മറച്ചിറത്തവ മറയൂർ ചിറമനത്തവനൂരാണ് ചിത്രം കണ്ടോ മിഷ്കാല് പള്ളിയിൽ പോയി ദേവമാതാ കത്തീഡ്രൽ. 2025 PSC ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് ഈ ചാപ്റ്റർ നിന്നാണ് ചോദ്യം വന്നത്. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? നോക്കൂ ചങ്ങാതിമാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് പുതിയ CRT 7ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. 10th ലെവൽ, +2, ഡിഗ്രി ലെവൽ എല്ലാ PSC പരീക്ഷയ്ക്കും ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കുറച്ച് റെയർ നല്ല പോയിന്റുകൾ ഇവിടെയുണ്ട്. നമുക്കതൊക്കെ ഒന്ന് നുള്ളിപ്പെറുക്കി പഠിച്ചാലോ? LGS പോലുള്ള പരീക്ഷയ്ക്കും വരും. കാരണം കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ചോദ്യം ചോദിക്കാം. ഈ അടുത്ത് നടന്നൊരു PSC പരീക്ഷയ്ക്ക് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നേരിട്ട് ചോദ്യം വന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോ വരിയും കൃത്യമായിട്ട് എടുത്തു പഠിക്കണം. നമുക്ക് ഓരോന്ന് പഠിക്കാം. ആദ്യം തന്നെ വിഴിഞ്ഞത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. കൂട്ടുകാർക്ക് വിഴിഞ്ഞം പോർട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായ വിഴിഞ്ഞത്തെ കുറിച്ച് അറിയാം. ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് വിഴിഞ്ഞത്തെ കുറിച്ച്? തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. പ്രാചീന കാലം മുതൽക്ക് തന്നെ ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യം ഏറെയുള്ള തീരപ്രദേശമാണിത്. നമുക്ക് അറിയുന്ന പോയിന്റുകൾ അല്ലേ? പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന വിഴിഞ്ഞം എന്ന് സംഘകാല സാഹിത്യകൃതികൾ പരാമർശിക്കുന്നു. അപ്പൊ ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാം, കേരളത്തിലെ ഏതു തുറമുഖത്തെ കുറിച്ചായിരുന്നു സംഘകാല സാഹിത്യകൃതികളിൽ പരാമർശിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ ബേപ്പൂരോ അതല്ലെങ്കിൽ കൊച്ചി തുറമുഖം അങ്ങനെയൊക്കെ ഓപ്ഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതുക അത് വിഴിഞ്ഞം തുറമുഖമാണ്. ഇങ്ങനെ ചോദിക്കുകയാണ്, പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായി കേരളത്തിലെ ഏത് തുറമുഖത്തെ കുറിച്ചാണ് സംഘകാല സാഹിത്യകൃതികൾ പരാമർശിക്കുന്നത്? അപ്പൊ നിങ്ങൾ പറയണം അത് വിഴിഞ്ഞം തുറമുഖമാണ്. ഒരു സ്റ്റാർ ഇട്ട് വെക്കട്ടെ ഞാൻ. ഒരു പോയിന്റ് അവിടെ കിട്ടിയല്ലോ, സിമ്പിൾ പോയിന്റ് അല്ലേ? ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിന്റെ ഭാഗമാണ്. CE 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം എന്ന് ശിലാലിഖിതങ്ങളും മറ്റു ചരിത്രരേഖകളും സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്, ചോദിക്കും. 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയി രാജവംശത്തിന്റെ കേന്ദ്രം ഏതായിരുന്നു? ഇപ്പൊ ചേരന്മാര്, ചോളന്മാര്, അതുപോലെ തന്നെ കേരളത്തിലെ ചേര രാജാക്കന്മാർ, ഇവരുടെയൊക്കെ കേന്ദ്രങ്ങൾ ചോദിക്കാറുണ്ട്. അത്തരത്തിൽ ചോദിക്കും, പഠിച്ചു വെച്ചേക്ക്. ആണ് ആയി രാജവംശം. ഇപ്പൊ നമുക്ക് മൂഷക രാജവംശം അല്ലെങ്കിൽ അറക്കൽ രാജവംശം, നമുക്ക് പല രാജവംശങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആയി രാജവംശം പഠിച്ചു വെച്ചേക്ക്. ആയി രാജവംശം, ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം എന്നാണ് പറയുന്നത്. ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു. ഞാൻ രണ്ടാമത്തെ സ്റ്റാർ ഇടട്ടെ, രണ്ടാമത്തെ സ്റ്റാർ. ഓക്കെ. ലീലാതിലകത്തിന്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പാണ്ഡ്യന്മാരിൽ പരാജിതരായ ആയ് കുടുംബം ആയ്ക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാം, വിഴിഞ്ഞത്തെ കുറിച്ച് ആയ് രാജവംശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞത്തെ കുറിച്ച് പരാമർശിച്ചത് ഏത് വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ അത് ആറ്റൂർ കൃഷ്ണപിഷാരടി എന്നൊരു പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആറ്റൂർ കൃഷ്ണപിഷാരടി, ആളുടെ പേരെന്താണ്? അടുത്തൊരു പോയിന്റ് ആണ്. നിങ്ങൾക്ക് രമേശ് പിഷാരടി അറിയണ്ടാവും. ഇത് ആറ്റൂർ കൃഷ്ണപിഷാരടി. ഒന്ന് നോട്ട് ചെയ്തേ. വിഴിഞ്ഞത്തെ കുറിച്ച് മൂന്നാമത്തെ പോയിന്റ് അല്ലേ പറയുന്നത്? അതായത് ലീലാതിലകം എന്ന് പറയുന്ന മണിപ്രവാള കാലഘട്ടത്തിലുള്ള കൃതികൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ സാഹിത്യത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പഠിപ്പിച്ചിരും. ലീലാതിലകക്കാരൻ എന്ന് വെച്ചാൽ അത് എഴുതിയ ആൾ ആരാണെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ ലീലാതിലകക്കാരൻ എന്ന് വിളിക്കാം. അങ്ങനെ ഒരു കൃതിയാണ് ലീലാതിലകം. ആ ലീലാതിലകത്തിന്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പാണ്ഡ്യന്മാരാൽ പരാജിതരായ ആയ് കുടുംബം, ആയ് രാജവംശം പാണ്ഡ്യന്മാരെ പരാജയപ്പെടുത്തി. ഓക്കെ, ആ സമയത്ത് അവർ ആയിക്കുടി എന്ന് പറയുന്ന സ്ഥലം ഉപേക്ഷിച്ചിട്ട് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫാക്ട് കിട്ടിയല്ലോ. ഇത് ആരുടെ വ്യാഖ്യാനത്തിൽ, ആരുടെ കൃതിയിലാണ് പറയുന്നത്? ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ് പറയുന്നത്. ഓക്കെ. ഉദ്യോധന സൂരി എന്ന ജൈനമുനി, പേരുകളൊക്കെ ശ്രദ്ധിക്കണം, പലപ്പോഴും നമുക്ക് കിട്ടില്ല. ഉദ്യോധന സൂരി, ഞാൻ ഇവിടെ മാറ്റിയതാ, മുകളിലൊന്ന് എഴുതാം. ഈ പേര് ഒരു പക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടാകും. ഉദ്യോധന സൂരി അല്ലെ? നമ്മൾ പല സൂര്യ എന്നൊക്കെ ഇട്ടാ ഉദ്യോധന സൂരി. എന്നാണോ ഉദ്യോധന സൂരി. ഓക്കെ. ഉദ്യോധന സൂരി എന്ന ജൈന മുനി രചിച്ച
കൂവലയമാല. ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് എന്താണ്? ഇവിടെ ഞാൻ എഴുതുന്നു, കൂവല. കൂവല, കുവല എന്ന് എഴുതിയാലും മതി കേട്ടോ. കുവലയമാല, കുവലയ മാല. ഇത് കൂവാക്കണമെന്നില്ല, കുവലയ എന്ന് മതി. ഓക്കെ ഓക്കെ. അപ്പൊ കുവലയമാല. അപ്പൊ കുവലയമാല എന്ന കൃതി, കുവലയമാല എന്ന കൃതി, കൂന്ന് വേണ്ട കേട്ടോ, കുവലയമാല നമ്മൾ എസ് ആയിട്ടുള്ളത് എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? വിജയപുരി എന്ന് പരാമർശിച്ചിട്ടുണ്ട്. എത്ര ഫാക്ടുകളാണ് അല്ലെ? വിജയപുരി, വിജയപുരി, വിജയപുരി. അപ്പൊ നമുക്ക് അടുത്തൊരു പോയിന്റ് കൂടി കിട്ടുന്നത്, ആ സ്റ്റാർ ഇട്ട് വെക്കാം. അപ്പൊ നമ്മളിപ്പോ എത്ര സ്റ്റാർ ഇട്ടു അറിയോ? ഒന്നാമത്തെ പോയിന്റ് വിഴിഞ്ഞത്തെ കുറിച്ച് ഇവിടെ ഒരു സ്റ്റാർ ഇട്ടു. രണ്ടാമത് ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിട്ട് പറയുന്നു വിഴിഞ്ഞം. രണ്ടാമത്തെ സ്റ്റാർ ഇട്ടു. ആറ്റൂർ കൃഷ്ണപിഷാരടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ലീലാതിലകത്തിന്റെ വ്യാഖ്യാനത്തിൽ പാണ്ഡ്യന്മാർ എന്താ പറയുക, അവരെ പരാജയപ്പെടുത്തിയതിനു ശേഷം ആയിക്കൂടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് പോന്നാണെന്ന് പറയുന്നു മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കൂ, ശ്രദ്ധിക്കൂ കൂട്ടുകാരെ. ഉദ്യോധന സൂരി എന്ന് പറയുന്ന ചങ്ങാതി ഒരു ജൈന മുനിയാണ്. ആരാണ്? ഉദ്യോധന സൂരി. ആ ഉദ്യോധന സൂരി എന്ന ജൈന മുനി രചിച്ച കുവലയമാല, ഏതാണ് കൃതി? കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിരിക്കുന്നു. ക്ലിയർ ആണോ പോയിന്റ്? അപ്പൊ നമുക്ക് 4 സ്റ്റാർ ഇട്ടിട്ട് 4 പോയിന്റുകൾ നിങ്ങൾ വേണമെങ്കിൽ നോട്ടിലേക്ക് മാറ്റി എഴുതിക്കോളൂ. SCERTയുടെ പുതിയ റാങ്ക് ഫയലുകൾ ഇറങ്ങും, അതൊക്കെ വാങ്ങി പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം. അല്ലാത്തവർ ഈ ഒരു പേജ് ഒരു 4 പോയിന്റ്, അഞ്ചാമത്തെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. അഞ്ചാമത്തെ പോയിന്റ്, പാണ്ഡ്യ രാജാവായ നെടുഞ്ചേഴിയന്റെ ശാസനത്തിൽ ഇവിടുത്തെ കോട്ടയെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചോദ്യങ്ങളായി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ഇത്തരം ചോദ്യങ്ങളുള്ള നല്ല ക്വസ്റ്റ്യൻസ് PDF ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അതിന്റെ ലിങ്ക് കമന്റിൽ ഉണ്ടാവും. എല്ലാവരും ടെലഗ്രാം ഫസ്റ്റ് കമന്റ് നോക്കി അതുപോലെ സെർച്ച് ചെയ്യട്ടോ. നെടുഞ്ചേഴിയൻ അടുത്ത പേരാണ്, നെടുഞ്ചേഴിയൻ. അപ്പൊ ഏത് പാണ്ഡ്യ രാജാവാണ്, അല്ലെങ്കിൽ ഏത് പാണ്ഡ്യ രാജാവിന്റെ ശാസനത്തിലാണ് വിഴിഞ്ഞത്തെ കോട്ടയെ പറ്റി പരാമർശിക്കുന്നത്? അവിടുത്തെ പല പാണ്ഡ്യ രാജാക്കന്മാരുടെ ഓപ്ഷൻ കൊടുക്കാം. നെടുഞ്ചേഴിയൻ, നെടുഞ്ചേഴിയൻ, നെടുഞ്ചേഴിയൻ. ഞാൻ യാ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ എന്റെ ക്ലാസ് കാണുന്നവർക്ക് അറിയാം. അപ്പൊ നിങ്ങൾ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. നെടുഞ്ചേഴിയൻ. അപ്പൊ എന്നാടാ ഈ 5 പോയിന്റ് കിട്ടിയോ നോക്കിക്കേ. ഒരു സിമ്പിൾ ഇൻട്രോ ആണ്. ഈ ഇൻട്രോയിൽ 5 പോയിന്റ് ഒന്നുകൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 15 കിലോമീറ്റർ തെക്ക് മാറിയുള്ള വിഴിഞ്ഞം എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായി. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന വിഴിഞ്ഞം എന്ന് സംഘകാല സാഹിത്യകൃതിയിൽ പരാമർശിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ലീലാതിലകത്തിന്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ, അയാളെ പേരെന്താണ്? ആറ്റൂർ കൃഷ്ണപിഷാരടി. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പാണ്ഡ്യന്മാര് തോൽപ്പിച്ച സമയത്ത് ആയിക്കുടി വിട്ടിട്ടാണ് ഇവർ എങ്ങോട്ട് വന്നത്? ഈ കുടുംബം വിഴിഞ്ഞത്തേക്ക് കുടിയേറിയത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ഒരു വ്യക്തിയുണ്ട്, ആറ്റൂർ കൃഷ്ണപിഷാരടി, നിങ്ങൾ പഠിച്ചു. അടുത്ത വ്യക്തിയുടെ പേരാണ് ഉദ്യോധന സൂരി. അപ്പൊ ഉദ്യോധന സൂരിയുടെ കൃതി കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇതേ ചാപ്റ്ററിന് PSC റീസെന്റ് ഒരു ചോദ്യം ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പഠിക്കാൻ പറയുന്നത്. നാലാമത്തെ പോയിന്റ് ഇതാണ്. ഉദ്യോധന സൂരി എന്ന് പറയുന്ന ചങ്ങാതി ജൈനമുനിയാണ്. അയാളുടെ കൃതിയാണ് കുവലയമാല. കുവലയമാല, ഉദ്യോധനം കുവലയമാല, ഉദ്യോധന സൂരി കുവലയമാല, ഉദ്യോധന സൂരി കുവലയമാല. ഉദ്യോഗം കിട്ടണമെങ്കിൽ കുവലയമാലയാണോ? നിങ്ങൾ പഠിക്കണം കേട്ടോ. ഉദ്യോഗം കിട്ടണം, നിങ്ങൾ പഠിക്കണം നന്നായിട്ട് ഇതൊക്കെ. അപ്പൊ ഉദ്യോധന സൂരി കുവലയമാല, ഉദ്യോധന സൂരി കുവലയമാല. ആ കൃതിയിൽ എന്ത് പറയുന്നു? ആ കൃതിയിൽ വിജയപുരി എന്ന് പരാമർശിക്കുന്നു. എന്ത് പരാമർശിക്കുന്നു? നാലാമത്തെ പോയിന്റ്, വിജയപുരി എന്ന് പരാമർശിക്കും. എന്റെ പിറകിലാണ്, നിങ്ങൾ പക്ഷെ കാണുന്നുണ്ടാവില്ല, PDF വായിച്ചു നോക്കണം കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് അതിന്റെ തൊട്ട് പിറകിലാണ്. പാണ്ഡ്യ രാജാവായിട്ടുള്ള അഞ്ചാമത്തെ പോയിന്റ്, പാണ്ഡ്യ രാജാവായിട്ടുള്ള നെടുഞ്ചേഴിയൻ. നെടുഞ്ചേഴിയനാണ് വിഴിഞ്ഞത്തെ കുറിച്ച് പരാമർശിച്ച, വിഴിഞ്ഞത്തെ കോട്ടയെ കുറിച്ച് പരാമർശിച്ച പാണ്ഡ്യ രാജാവ് നെടുഞ്ചേഴിയൻ. ഇതാണ് 5 പോയിന്റുകൾ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു തുടർച്ചയുണ്ട്. സംഘകാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു എന്ന് വിദേശ സഞ്ചാരി സാഹിത്യകൃതിയായ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതും ഒരു നല്ല ചോദ്യമാണ്. അപ്പൊ നമുക്ക് ആറാമത്തെ പോയിന്റ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് 6 എന്ന് എഴുതാം. ഓക്കെ, നോക്കൂ എന്താണ് പറയുന്നത്. സംഘകാലഘട്ടത്തിൽ തന്നെ
വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു എന്ന്, സംഘകാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു എന്ന് പറഞ്ഞ സാഹിത്യകൃതി ഒന്ന് പറഞ്ഞു നോക്കിയേ. പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ, പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ, പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ. കിട്ടി. ആറാമത്തെ പോയിന്റ്. കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉദ്ഖനനങ്ങളിൽ ഈ പ്രദേശത്തിന്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. കോട്ടപ്പുറം, അടുത്തൊരു പോയിന്റ്. കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട്. അപ്പൊ ചോദിക്കൂ, ഒരു പക്ഷേ കോട്ടകളൊക്കെ കിട്ടിയല്ലോ, അപ്പൊ കോട്ടപ്പുറം എന്ന സ്ഥലം താഴെ കൊടുത്തിരിക്കുന്നത് ഏത് ചരിത്ര കാലഘട്ടത്തിലെ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. PSC എന്തും ചോദിക്കാം. കോട്ടപ്പുറം. അപ്പൊ നിങ്ങളൊരു പക്ഷേ കോട്ടക്കുന്നൊക്കെ ചിന്തിച്ചിട്ട് മലപ്പുറമോ അല്ലെങ്കിൽ പൊന്നാനിയോ ഒക്കെ ഉണ്ടാവും ഓപ്ഷനില്. ചിന്തിക്കണേ, നമുക്ക് അതിബുദ്ധി വല്ലാതെ വർക്കൗട്ട് ആവില്ലേ പരീക്ഷ ആണെന്ന്. അപ്പൊ കോട്ടക്കുന്ന് എന്നൊക്കെ കേൾക്കുമ്പോൾ കോട്ടപ്പുറം ശ്രദ്ധിച്ചു വെച്ചോ. അപ്പൊ ഇത് SCERTയിലെ ഫാക്ട് ആണ്. ഞാനൊരു 7ാമത്തെ പോയിന്റ് ആയിട്ട് മാറ്റി എഴുതുന്നു. എന്താണ് ആ പോയിന്റ്? കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉദ്ഖനനങ്ങളിൽ ഈ പ്രദേശത്തിന്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. കോട്ടപ്പുറം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, കിട്ടും. കാരണം ചരിത്രാതീത കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വാണിജ്യ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റോമൻ നാണയങ്ങളും അല്ലെ ചൈനീസ് മൺപാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഈ പ്രദേശത്തിന്റെ പൗരാണികത വ്യക്തമാക്കുന്നുണ്ട്. വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്തെ വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങൾ കാണാൻ പറ്റും. പ്രാചീന തുറമുഖമായിരുന്ന വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായി മാറിയിരിക്കുന്നു. നമുക്കറിയാം മദാനിയുടെ കാര്യങ്ങളും അല്ലെ വിഴിഞ്ഞത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കറണ്ട് അഫേഴ്സ് ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ കറണ്ട് അഫേഴ്സ് ക്ലാസ് നമ്മുടെ സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ മെയിൻ ചാനൽ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കറണ്ട് അഫേഴ്സിന്റെ ഓരോ ക്ലാസ് കൃത്യമായി കണ്ടാൽ വിഴിഞ്ഞത്തെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഇത്രയും 7 പോയിന്റുകൾ വിഴിഞ്ഞത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന പേര്, കോട്ടപ്പുറം എന്ന് പറയുന്ന പ്രദേശം, ആറ്റൂർ കൃഷ്ണപിഷാരടി എന്ന് പറഞ്ഞു, ആയിക്കുടി വിട്ട് ഇങ്ങോട്ട് പോന്നവരാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉദ്യോധന സൂര്യയുടെ കുവലയമാല എന്ന് പറഞ്ഞ കൃതിയിൽ എന്ത് പറയുന്നുണ്ട്? വിജയപുരി എന്ന് പറയുന്നുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിജയപുരി അല്ലെ, വിജയപുരി, വിഴിഞ്ഞം വിജയൻ, വിഴിഞ്ഞം വിജയൻ അല്ല വിജയപുരി അല്ലെ. പിന്നെ പറഞ്ഞത് വിഴിഞ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു, ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു. ഇങ്ങനെയുള്ള 7 പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. എന്താണ് ചരിത്ര സ്രോതസ്? ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചരിത്ര രചന നിർവഹിക്കുന്നത്. നമുക്കറിയുന്ന കാര്യം, നമുക്ക് ചരിത്രം എന്ന് പറയാൻ വെറുതെ ഒന്നും പറയല്ല, അതിന് തെളിവുകൾ വേണം. ചരിത്രത്തെ കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്ര രചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. ഇതാണ് ഒരു പോയിന്റ്. അപ്പൊ ചരിത്ര രചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും, ഉദാഹരണം പറയുകയാണെങ്കിൽ പുരാവസ്തുക്കൾ അല്ലെ, അവയിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കില്ലേ. സ്മാരകങ്ങളിലൂടെ നമുക്ക് ചരിത്രം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സാഹിത്യ കൃതികൾ, അന്ന് എഴുതിയ പല കൃതികളിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചരിത്രം അല്ലെ. സഞ്ചാര കുറിപ്പുകൾ, പലരും അന്നത്തെ സഞ്ചാരികളൊക്കെ സഞ്ചരിച്ചപ്പോൾ അവരുടെ യാത്രാ വിവരണത്തിലൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. പത്രങ്ങൾ, പണ്ട് കാലത്തെ പത്രങ്ങളിലൂടെ നമുക്കത് കിട്ടും. ഔദ്യോഗിക രേഖകൾ ഉണ്ടാവില്ലേ, രാജാക്കന്മാരുടെ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലെ ചരിത്ര സ്രോതസ്സുകളെ കുറിച്ച് നിങ്ങളൊന്ന് ദിവസം മനസ്സിലാക്കി വെക്കുക. പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പുരാവസ്തു കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് പല ചിന്ത വരും. ആക്ച്വലി ഗുഹകൾ അല്ലെ, പണ്ട് കാലത്തെ നമ്മൾ പുരാവസ്തു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തെളിവ് നൽകുന്ന ഗുഹകളിലൊക്കെ പല ലിപികൾ കാണാലോ. ശിലാസ്മാരകങ്ങള്, പണ്ടത്തെ നാണയങ്ങള്, കൊട്ടാരങ്ങള്, അതുപോലെ തന്നെ പുരാലിഖിതങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ. നിങ്ങൾ ഒന്ന് വായിച്ചാൽ മതി, കിട്ടും. സിമ്പിൾ കാര്യങ്ങളാണ് കേട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ ശിലാസ്മാരകം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സ്മാരകം ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള സ്മാരകങ്ങളാണ് ഉണ്ടാക്കുക. അന്നത്തെ കാലഘട്ടത്തില് ചില രൂപങ്ങൾ, അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇപ്പൊ കല്ലിലൊക്കെ ഉള്ള ചില രൂപങ്ങൾ നിങ്ങൾക്കൂടെ കാണാം. കുടക്കല്ല് അല്ലെ, കുടക്കല്ല്, തൊപ്പിക്കല്ല്, ബൈഹാർട്ട് പഠിക്കണേ. മുനിയറ, പ്രധാനപ്പെട്ട 3 എണ്ണമാണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ 3 പേരുകൾ ഏതൊക്കെയാണ്? മുനിയറ, തൊപ്പിക്കല്ല്, കുടക്കല്ല്. ഞാനൊന്ന് വായിക്കട്ടെ, കേട്ടു നോക്കണേ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്ര ശേഷിപ്പുകളാണ് ഈ ശിലാസ്മാരകങ്ങൾ. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ മഹാശിലാസ്മാരകങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് കുടക്കല്ലിനെയും തൊപ്പിക്കല്ലിനെയും മുനിയറയെയും കാണാം. മുനി, തൊപ്പി, കൊട. കൊട പിടിച്ച മുനി തൊപ്പിയിട്ടു കേട്ടോ, തൊപ്പിയിട്ട മുനിയല്ലെ കൊട പിടിച്ച് വരികയാണ്. തൊപ്പിയിട്ട മുനി കൊട പിടിച്ച് വരിക എന്നുള്ള മുനി
യറ, തുപ്പിക്കല്ല്, കുടക്കല്ല് എവിടെയാണ്? മഹാബലവാനായ മഹാശിലാസ്മാരകങ്ങൾ. ഇവിടെ നന്നങ്ങാടികളെ കുറിച്ച് നമ്മുടെ മുമ്പത്തെ SCRL ഉണ്ടായിരുന്നു, പുതിയ SCRL ഉണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് നന്നങ്ങാടികൾ. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടികൾ. എല്ലാവർക്കും അറിയാലോ, മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടികൾ. അറിയാത്തവര് കണ്ട് പഠിച്ചുകൊള്ളുക. ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണ് നമ്മളിപ്പോഴത്തെ ശവപ്പെട്ടിയൊക്കെ പോലെ. അപ്പൊ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിക്കണം അമ്പാനെ. പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നു. ഇടുക്കി ജില്ലയിലെ മറയൂർ, ഇടുക്കി ജില്ലയിലെ മറയൂർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ചന്ദനം അല്ലെങ്കിൽ ഈ പല കാര്യങ്ങളും നിങ്ങളെ മനസ്സിലേക്ക് വരില്ലേ, കരിമ്പൊക്കെ വരും മറയൂർ എന്ന് കേൾക്കുമ്പോൾ. തൃശൂർ ജില്ലയിലെ ചിറമന, ചിതക്കി തീ കൊടുക്കാൻ കിട്ടുന്ന ചിറമന, മറ, ചിറ ഒക്കെ കേൾക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും. മറയൂർ, ചിറമന. മലപ്പുറം ജില്ലയിലെ തവനൂർ, മറ, ചിറ, തവ. തവി എടുത്തിട്ട് ചെറുതായിട്ട് മറച്ചിടാറുണ്ട്. നമ്മൾ ഓംപ്ലേറ്റ് ഒക്കെ അങ്ങനെ തവിയിലെടുക്കാറുണ്ടോ? അപ്പൊ തവി ചെറുതായിട്ട് മറച്ചിടും. തവി, തവനൂർ. തവനൂർ എന്ന് കേൾക്കുമ്പോൾ അവിടെ തിരൂരുണ്ടാവും, താനൂരുണ്ടാവും ഓപ്ഷനില്. മലപ്പുറം ജില്ലയിലെ തവനൂർ, തവി മറച്ചിടും ചെറുതായിട്ട്. ചിറമന അല്ലെങ്കിൽ ചിറമന, തവി. ഇതൊക്കെ എനിക്ക് ഏറ്റവും എളുപ്പം കോഡിനെ കാട്ടി നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, മറച്ചിറത്തവ, മറച്ചിറത്തവ, മറച്ചിറത്തവ ശീലാസ്മാരകങ്ങൾ, മറച്ചിറത്തവ ശീലാസ്മാരകങ്ങൾ എന്നൊക്കെ പറയാം. എനിക്കിപ്പോ പനിയുണ്ട്, അതുകൊണ്ടാണ് ഉഷാറ് കുറവ്. അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും പാടുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ വേറെ ട്യൂണൊക്കെ ഇട്ടിട്ടില്ലേ, ഇപ്പത്തെ പുതിയ ഒരു രസമുള്ള ട്യൂണൊക്കെ ഇട്ടിടുക. അപ്പൊ മറച്ചിറത്തവ ശീലസ്മാരകങ്ങൾ, മറച്ചിറത്തവ മറയൂർ, ചിറമന, തവനൂരാണ്. അങ്ങനെയൊക്കെ മാപ്പിളപ്പാട്ടാണ്. അങ്ങനെ ഇനി ശ്ലോകത്തിൽ വേണേ അങ്ങനെയൊക്കെ പാടാം. അപ്പൊ തൃശൂർ ജില്ലയിലെ ചിറമന, ഇടുക്കി ജില്ലയിലെ മറയൂർ, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങൾ, ശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണ് ഇവ ഉപയോഗിക്കുന്ന കാര്യം മറക്കണ്ട. ഗുഹകളെ കുറിച്ചും അടുത്തൊരു പോയിന്റ്. അപ്പൊ ഇവിടെ ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ട പോയിന്റ് ആണ് സ്റ്റാർ ഇട്ട് വെക്കുന്നത് കേട്ടോ. വെറും ഒരു 8 പോയിന്റ് ഒക്കെ ഇപ്പൊ സ്റ്റാർ ഇട്ടുണ്ട്. അതാ 9ാമത്തെ സ്റ്റാർ. ഗുഹകളെ കുറിച്ച് പറയാണ്. ഇത്തരത്തിൽ പ്രാചീന അല്ലെങ്കിൽ മഹാശിലാ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില ഗുഹകളെ കുറിച്ച്. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകള് ചരിത്രാതീത കാലത്തെ മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എടക്കൽ എല്ലാവർക്കും അറിയാം. എടക്കൽ എവിടെയാണ്? വയനാടാണ്. എടക്കരയല്ലേ, ഇടക്കൽ ഗുഹ വയനാട് എല്ലാവർക്കും അറിയാം. മറയൂരിലും ഇതുപോലെ ഗുഹകളുണ്ട്, ഇടുക്കിയിൽ. അപ്പൊ അവിടെ ഓൾറെഡി നമ്മൾ മറയൂർ എന്ത് പഠിച്ചിട്ടുണ്ട്? ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ കേട്ടോ. ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ നമ്മളോട് പഠിച്ചു. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗുഹകളും മറയൂരുണ്ട്. ഇതാണ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നത്. ഞാൻ റൗണ്ട് ചെയ്ത് വെക്കാം. ആങ്കോട് തിരുവനന്തപുരം ജില്ലയിൽ. തെന്മല കൊല്ലത്താണ്. കോട്ടുക്കൽ കൊല്ലത്താണ്. ഇതൊക്കെ ഞാൻ നമ്മുടെ ടെലഗ്രാമില് ഓഡിയോ ലൈവ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പിള്ളേരെ കോഡാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. ആ കോഡൊക്കെ ഓർമ്മയുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ട് നമ്മുടെ ബാച്ചിലുള്ളവരുണ്ടെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ. അപ്പോ എടക്കല്, മറയൂര്, ആങ്കോട്, തെന്മല, കോട്ടുക്കല്. അപ്പൊ നിങ്ങൾക്ക് ഇത് 4 പ്രാവശ്യം വായിച്ചാൽ കിട്ടൂലടാ. എടക്കലും മറയൂരും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ഇത് 3 അവസാനം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ തെന്മലയും കിട്ടും. കോട്ട്, ആങ്കർ. എങ്ങനെ ആലോചിക്കുക? കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു ആങ്കർ തേനെടുക്കാൻ വേണ്ടി പോയി, മേല് മൊത്തം മറച്ചിട്ട്. അങ്ങനെയൊക്കെ വേണേ ആലോചിച്ചോ കേട്ടോ. നിങ്ങളെ മനസ്സിലേക്ക് എടക്കൽ ഗുഹ കിട്ടേണ്ട ആവശ്യമില്ല. കാരണം എടക്കൽ എല്ലാവർക്കും അറിയാൻ എന്റെ വിശ്വാസം. PSC പഠിക്കാത്ത കുട്ടികൾക്കും വയനാടാണ് എടക്കൽ ഗുഹ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് അല്ലേ, ടൂറിസം പ്ലേസ് അല്ലേ. അപ്പൊ അതങ്ങനെ കിട്ടും. പിന്നെ ഉള്ള ഒരു 4 എണ്ണാണ്. അപ്പൊ നമ്മള് കോട്ട് ഇട്ടിട്ട് തേനെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആങ്കർ പോയിന്നോ. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ കോഡാണേ. മുമ്പ് പറഞ്ഞ കോഡൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ ഈ പറയാൻ കാരണം നിങ്ങളെ സ്പോട്ടിൽ കോഡ് ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. മറയൂര്, ആങ്കോട് അല്ലെങ്കിൽ കോടിന്നോ, തെന്മല, വേറെ എന്തെങ്കിലും കണക്ഷൻ കൊണ്ടുവരാം കേട്ടോ. തേനെന്നോ മലാന്നോ. കോട്ടുക്കലും തെന്മലയും കൊല്ലത്ത്, ആങ്കോട് തിരുവനന്തപുരം. അപ്പൊ ഞാൻ കോഡൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഹിന്റ് തന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം കോഡ് ബിൽഡ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. ആങ്കോട് തിരുവനന്തപുരം, തെന്മല, കോട്ടുക്കൽ, കൊല്ലം, മറയൂർ, ഇടുക്കി, എടക്കൽ, വയനാട്. പഠിച്ചല്ലോ. ഇവിടെ ഗുഹകൾ സ്ഥിതി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും
കേരള ആർക്കിയോളജിക്കൽ വകുപ്പുമാണ്. എടയ്ക്കൽ ഗുഹയെ കുറിച്ച് വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ പോയിന്റ് ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ വായിക്കാം. പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് എടയ്ക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് എടയ്ക്കൽ ഗുഹ. PSC ഒരു സൈക്കോ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല, അടുത്ത പരീക്ഷയിൽ ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയാണ് എടയ്ക്കൽ ഗുഹ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വിചാരിക്കും, ഇത് ശരിയാണോ 10 കിലോമീറ്റർ? പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ മനസ്സിൽ കയറ്റി വായിക്കട്ടോ. ജസ്റ്റ് ടൂർ പോകാൻ ആലോചിക്കും. ഇപ്പൊ തെക്കുള്ളവരൊക്കെ ആണെങ്കിൽ വയനാടൊന്നും വരാത്തവരുണ്ടാവുമല്ലോ. സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞൊരു സ്പോട്ട് ഉണ്ട്. കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ പോകാൻ പറ്റുന്ന 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്ന ഒരു സ്ഥലമാണ് സുൽത്താൻ ബത്തേരി. അപ്പൊ ആ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ പോയി നിങ്ങൾ എടയ്ക്കൽ ഗുഹയിൽ എത്തുമെന്ന് ആലോചിക്കുക. ഓക്കെ, സുൽത്താൻ ബത്തേരിയെ കുറിച്ച് പറഞ്ഞപ്പോ സുൽത്താൻ ബത്തേരിയുടെ ഒരു പഴയകാല പേരുണ്ട്. ഈ അടുത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആർക്കും അറിയാം? വയനാടുകാർ പ്രത്യേകിച്ച് കമന്റ് ചെയ്യണം കേട്ടോ. ബത്തേരിയുടെ പഴയകാല പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത്. സുൽത്താൻ ബത്തേരി നല്ല വൃത്തിയുള്ളൊരു നഗരമാട്ടോ ഈ സുൽത്താൻ ബത്തേരി. ഞാൻ പലപ്പോഴും അവിടെ പോകുമ്പോൾ കാണാറുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യും. അപ്പൊ എടയ്ക്കൽ ഗുഹ 10 കിലോമീറ്റർ പോയാൽ മതി, ആലോചിക്കാം. ഇനി എടയ്ക്കൽ ഗുഹ സുൽത്താൻ ബത്തേരിയിലല്ല കേട്ടോ. എടയ്ക്കൽ ഗുഹ എവിടെ സ്ഥിതി ചെയ്യുന്നു ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഒരു സ്പോട്ട് ഉണ്ട്, അത് ആ നാട്ടുകാർ കമന്റ് ചെയ്യുന്ന എന്റെ വിശ്വാസം. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്ക്. അപ്പൊ സാറ് എന്ത് പണിയാ സാറ് പറയണ്ടായിരിക്കും, നിങ്ങൾ തിരയും, നിങ്ങൾ കണ്ടുപിടിക്കും, നിങ്ങൾ അങ്ങനെ മനസ്സ് കയറ്റി പഠിക്കട്ടോ. ഇവിടുത്തെ ചുമരുകൾ കൊത്തിയിരിക്കുന്ന ചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ എടയ്ക്കൽ ഗുഹയെ കുറിച്ച്. ഇനി ലിഖിത പഠനത്തെ കുറിച്ചാണ്. മകളെ ചോദിക്കും, ഈ ലിഖിത പഠനം അതിന്റെ ഇംഗ്ലീഷ് എപ്പിഗ്രഫി. നമുക്ക് പലതരത്തിലുള്ള നിങ്ങൾ എന്താ പറയാ പൂക്കളെ കുറിച്ചുള്ള പഠനം അല്ലെ, അതല്ലെങ്കിൽ പച്ചക്കറിയെ കുറിച്ചുള്ള പഠനം ഒക്കെ പഠിക്കാറില്ലേ? അതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. സെറികൾച്ചർ, എപ്പികൾച്ചർ, പിസികൾച്ചർ അല്ലെ. അവിടെ ഒരു എപ്പികൾച്ചർ ഉണ്ട്. അപ്പൊ എപ്പികൾച്ചർ എന്തിനെ കുറിച്ചുള്ള നിങ്ങൾ കമന്റ് ചെയ്യണം. എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയുന്നുണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എപ്പികൾച്ചർ PSCയിൽ പഠിക്കുന്ന ഒരു തുടക്കമാണെങ്കിൽ ഒരു 2-3 മാസമായുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഇല്ലേ നിങ്ങൾ കമന്റ് നോക്കിയാൽ. അപ്പൊ ഇവിടെ എപ്പിഗ്രഫിയാണ്. എപ്പിഗ്രഫി എന്ന് പറഞ്ഞാൽ ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് ലിഖിത പഠനം അഥവാ എപ്പിഗ്രഫി. എപ്പിഗ്രഫി എന്താണ്? ശിലകള്, ലോഹത്തകിടുകള്, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് ലിഖിത പഠനം അഥവാ എപ്പിഗ്രഫി. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ലിഖിതങ്ങളുണ്ട്. നമുക്ക് ചരിത്രത്തിന്റെ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് ജൂതശാസനം, പാലിയ ശാസനം, വായപ്പള്ളി ശാസനം, തിരുസാപ്പള്ളി ശാസനം ഇതിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കും. ഇപ്പൊ ഞാൻ അതിനെ കണക്റ്റഡ് ഫാക്ടിലേക്ക് പോകുന്നില്ല, കാരണം നമ്മൾ SCRT മാത്രം ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചില ശാസനങ്ങളുണ്ട്. അതിനകത്ത് തരിസാപ്പള്ളി നോക്കൂ. തരിസാപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കൊല്ലം ജില്ലയെ കുറിച്ച് ഓർത്ത് വെക്കുക. തരിസാപ്പള്ളി കൊല്ലം തരീശായി കിടക്കുകയാണ്. അല്ലെങ്കിൽ തരി എന്ന് കേൾക്കുമ്പോൾ കൊല്ലത്തെ തരികളോ മൺതരികളോ എന്തെങ്കിലും. കൊല്ലം തരിസാപ്പള്ളി, കൊല്ലം തരിസാപ്പള്ളി. ജൂതന്മാരെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മട്ടാഞ്ചേരി വരും, എറണാകുളം. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ജൂതശാസനം മട്ടാഞ്ചേരി. പാലിയം ശാസനം എന്ന് കേൾക്കുമ്പോൾ ആലപ്പുഴ വരും. അപ്പൊ ഇതൊക്കെ ആരാണ് എഴുതിയത്, ആരുടെ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ അടുത്തൊരു കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ ഇത് സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കാത്തത് കേട്ടോ. അപ്പൊ പാലിയം ശാസനം ആലപ്പുഴ. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ പറയണം. ആലപ്പുഴക്കാര് പാല് കാച്ചിന ആലപ്പാല കോഴിക്ക് 57 കണ്ണൂർ കോഡില്ല നമുക്ക്. 1957 ആലപ്പുഴ, പാലക്കാട്, ആലപ്പാല, കോഴിക്കോട്, കണ്ണൂർ ഈ 4 ജില്ലകൾ വന്ന് 57 അല്ലേ. അപ്പൊ അതുപോലെ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ വീണ്ടും ഇതാ പാല്. ആലപ്പുഴക്കാർക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ്. പാലിയം ശാസനം ആലപ്പുഴ. ഇതൊക്കെ പ്രധാനപ്പെട്ട ലിഖിതങ്ങളാണ്. പറയുന്നത് ഇനിയും ഒരുപാട് ലിഖിതങ്ങൾ നമുക്ക് പഠിക്കാം. കേരളത്തിലെ പുരാതന ലിഖിതങ്ങളുടെ ശേഖരവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത്. പോട്ടെ. കോട്ടകൾ എന്ന് പറയുമ്പോൾ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് ബേക്കൽ കോട്ടയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുക, ബേക്കൽ കോട്ടയാണ്. ദെൻ കണ്ണൂർ കോട്ട, നമ്മൾ സെന്റ് ഏഞ്ചലോ കോട്ട എന്നൊക്കെ വിളിക്കുന്ന കണ്ണൂർ കോട്ട. അപ്പൊ പിള്ളേരെ ഞാൻ ഇതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് എന്തുകൊണ്ട് പറയുന്നില്ല വെച്ചാൽ നമ്മുടെ ജില്ലകൾ ജില്ല 14 ജില്ലകളും നല്ല കൃത്യമായിട്ട് ക്ലാസ് യൂട്യൂബിൽ തരുന്നുണ്ട്. അപ്പോ നമ്മൾ കോട്ടകളും അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും പ്രത്യേകതകളും ഒക്കെ പറയും, കുറച്ചൊക്കെ ചരിത്രവും പറയും. അപ്പൊ നിങ്ങൾ അത് കാണണേ. ഇതുവരെ നമ്മൾ എടുത്ത കേരള ജോഗ്രഫിയുടെ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്, അത് കാണുക, പഠിക്കുക. അവിടെ പാലക്കാട് കോട്ട എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അഞ്ചുതങ്ങ് കോട്ട ട്രിവാൻഡ്രത്താണ്. അപ്പൊ ഇതൊക്കെ കേട്ട കോട്ടകളാണ്, തുടങ്ങിയ പ്രധാനപ്പെട്ട കോട്ടകളാണെന്ന് പറയുന്നുണ്ട്. കൊട്ടാരത്തെ കുറിച്ച് പറയാൻ പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി പാലസ് ഉണ്ട്, കിളിമാനൂർ കൊട്ടാരമുണ്ട്, അറക്കൽ കൊട്ടാരമുണ്ട്, കൃഷ്ണപുരം കൊട്ടാരമുണ്ട്. ഓക്കെ,
ഇവിടെ ബേക്കലിനെ കുറിച്ച്, അതായത് എടക്കലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ബേക്കലിനെ കുറിച്ച് 2-3 പോയിന്റ് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ശ്രദ്ധിക്കണം, ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. ഇവിടെ ഞാൻ സ്റ്റാർ ഇട്ടില്ല അല്ലെ, ഇവിടെയും ഒരു സ്റ്റാർ ഇട്ട് വെക്കണം. അതായത് പാലിയം ശാസനം ആലപ്പുഴ, തരിസാപ്പള്ളി കൊല്ലം, ലിഖിതം പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എപ്പിഗ്രഫി, ഇംഗ്ലീഷാണ് ചോദിക്കട്ടെ. എപ്പിഗ്രഫിന്ന് മലയാളത്തിൽ എഴുതും എപ്പിഗ്രഫി. അപ്പൊ അത് ശിലകൾ ലോഹവുമായി ബന്ധപ്പെട്ട പഠനമാണ്. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ സ്റ്റാർ ഇട്ടില്ല. അപ്പൊ സ്റ്റാർ ഇട്ടതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇവിടെ ബേക്കലിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ഒരുപക്ഷെ 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച എന്നായിരിക്കും PSC. ശ്രദ്ധിക്കണേ അമ്പാനെ, PSC ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് 14-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് പരീക്ഷയിലെ ചോദ്യമൊക്കെ വന്നിരുന്നു. അപ്പൊ 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സോറി, എനിക്ക് തൊണ്ട അടഞ്ഞിട്ട് സൗണ്ട് ഇല്ല കേട്ടോ, മൂക്കടപ്പാണ്. അപ്പൊ 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജ്. അപ്പൊ കാസർഗോഡാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം, പക്ഷെ പള്ളിക്കര എല്ലാവർക്കും കിട്ടിക്കോളണം എന്നില്ല. അപ്പൊ ബേക്കറി അല്ല, ബേക്കൽ എന്ന് കേൾക്കുമ്പം പള്ളിക്കര. എന്താണ്? പള്ളിക്കര. ശ്രദ്ധിക്കണേ, പള്ളിക്കര വില്ലേജ് സ്ഥിതി ചെയ്യുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണികൾ എന്നിവയുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഇവിടെ 17-ാം നൂറ്റാണ്ട് എന്ന കാര്യവും കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണെന്ന കാര്യവും കാസർഗോഡ് ജില്ലയിലാണ് പള്ളിക്കര വില്ലേജ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നാണയങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ ലിഖിത പഠനം അഥവാ എപ്പിഗ്രഫി നമ്മൾ പഠിച്ചു. എപ്പിഗ്രഫി അതുപോലെ ഒരു പേര് ഇംഗ്ലീഷിൽ തരുമ്പോൾ തെറ്റിപ്പോകും. ന്യൂമിസ്മാറ്റിക്സ്, ഇത് PSCയുടെ PYQ ആണ്. ഇതുപോലെ ഇംഗ്ലീഷ് ഉള്ളത് കേട്ടോ, ന്യൂമിസ്മാറ്റിക്സ് എന്ന് എഴുതും. അപ്പൊ എന്താണ് നാണയങ്ങളെ കുറിച്ചുള്ള പഠനം? ഇപ്പൊ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് നാണയങ്ങൾ കിട്ടാറുണ്ട് അല്ലെ. അത്തരം നാണയങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണം. അതിനുള്ള ശാസ്ത്ര ശാഖയാണ് നാണയശാസ്ത്രം അഥവാ ന്യൂമിസ്മാറ്റിക്സ്. ഓക്കെ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. പണം, അച്ച്, അനന്തരായൻ പണം, സുൽത്താൻ കാശ്, അതിനെ കുറിച്ചൊക്കെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മളോട് ചോദിക്കില്ലല്ലോ. പക്ഷെ നമ്മളോട് അവിടെ ചോദിക്കാൻ സാധ്യത ഒരു ബോക്സ് ഞാൻ മാറ്റിയിട്ട് അടുത്ത സ്റ്റാർ ഇട്ട് വെക്കുന്നു. വീരരായൻ പണം. വീരരായൻ പണം പഠിച്ചു വെക്കണം. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണ് വീരരായൻ പണം. അത് എവിടെയാണെന്ന് കിട്ടിയല്ലോ. തിരുവിതാംകൂറാണോ, കൊച്ചിയാണോ? അല്ല, കോഴിക്കോട് സാമൂതിരി. ഓക്കെ ആണേ. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയത്തെ കുറിച്ച് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്തൊരു PSC പരീക്ഷയ്ക്ക് ചോദിക്കും. സാമൂതിരി എന്ന് കേൾക്കുമ്പം വീരരായൻ പണം. അവിടെ പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നീ 2 വിധത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു. വർഷം ഞാനിതാ ഒന്ന് മാറ്റി എഴുതാം. ശ്രദ്ധിക്കണേ, 1667 ഒന്ന് പറഞ്ഞു നോക്കിയേ. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശീയർ പൊൻപണം എന്ന് വിളിച്ചിരുന്നു. അപ്പൊ ഇവിടെ എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കൂ. 1667 മുതൽക്ക് നാണയങ്ങൾ, വീരരായൻ പണം എന്നറിയുന്ന നാണയങ്ങൾ അടിച്ചിറക്കി. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയാണ് ഇത്തരത്തിൽ അവരുടെ കാലഘട്ടത്തിലാണ് ഇത്തരം നാണയങ്ങൾ പ്രചരിച്ചത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ഈ പറയുന്ന ഇതിനെ പൊൻപണം എന്ന് വിദേശീയർ വിളിച്ചിരുന്നു. പുറത്തുള്ള ആളുകൾ പൊൻപണം എന്ന് വിളിച്ചു, സ്വർണത്തിന്റെ ആയിട്ട്. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ 4-5 സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ട് കേട്ടോ. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി. ഒരു നാമക്കുറി ഇല്ല ഇങ്ങനത്തെ എഴുതുന്നത്, നിങ്ങള് മറ്റേ ദശാവതാര സിനിമയിലൊക്കെ ഉണ്ടാവും. അപ്പൊ വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം എന്നിവ തുടങ്ങിയ ഇതിൽ കാണാവുന്നതാണ്. 3 പോയിന്റ്. സിംഹത്തിന്റെ അടയാളം, വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യന്റെ അടയാളം. മക്കളെ, താഴെ കൊടുത്തിരിക്കുന്നവരിൽ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ വീരരായൻ പണത്തിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളുമായി ബന്ധപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ ചിത്രങ്ങളിൽ പെടാത്തത് ഏത് ചോദിച്ചിട്ട് ഓപ്ഷൻ എ കടുവയുടെ അടയാളം, അല്ലെങ്കിൽ കുതിരയുടെ അടയാളം, കാളയുടെ അടയാളം കൊടുക്കാം, ചന്ദ്രന്റെ അടയാളം കൊടുക്കാം, സൂര്യന്റെ അടയാളം കൊടുക്കാം, നാമക്കുറി. അപ്പൊ ഇത് 3 എണ്ണം കൃത്യമായിട്ട് പഠിച്ച 4 ഓപ്ഷനില് നാമക്കുറി, സൂര്യൻ, സിംഹം. നാമം സൂര്യൻ സിംഹം, ദേവം നരസിംഹം അല്ലെ. നാമം ദാ നോക്കൂ, സൂര്യൻ തരുമ്പോ സൂര്യനെ പോലെ, സിംഹത്തെ പോലെ അല്ലെ. നാമക്കുറി പഠിച്ചു വെച്ചു. ഇനി നോക്കൂ, നമുക്ക് കോഴിക്കോട് ജില്ലയിലെ ചില പ്രധാനപ്പെട്ട സ്പോട്ടുകളെ കുറിച്ച് ഇവിടെ ചരിത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കോഴിക്കോടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. സാമൂതിരി കാലഘട്ടത്തിലെ പ്രസിദ്ധമായ രേവതി പട്ടത്താനം. എല്ലാവർക്കും അറിയാലോ,
രേവതി പട്ടത്താനം എവിടെയാണ് നടക്കാറ്? രേവതി പട്ടത്താനം എവിടെയാണ് നടക്കാറ്? നമ്മുടെ തളി ക്ഷേത്രം അല്ലെ? തളി ക്ഷേത്ര പ്രക്ഷോഭത്തെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നും ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാനപ്പെട്ട യുദ്ധ കേന്ദ്രമായിരുന്നു മിഷ്കാൽ പള്ളി. എന്ത് പള്ളിയാണ്? നിങ്ങൾ പല പള്ളിയും കേട്ടിട്ടുണ്ടാവും, ഒരു പക്ഷെ എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാവില്ല, തെക്കുള്ളവരൊക്കെ പ്രത്യേകിച്ച്. അപ്പൊ മിഷ്കാൽ പള്ളി എന്ന് പറഞ്ഞാൽ മനോഹരമായ പണ്ട് കാലത്തെ ഒരു പള്ളിയുണ്ട്. കോഴിക്കോട് വന്നവർക്കറിയാം. കോഴിക്കോട് ടൗണിലൊക്കെ കൂടി എന്താ പറയാ, ചില സ്പോട്ടുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ, കോഴിക്കോട് ടൗണിലൊക്കെ ഉള്ളവര് അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മിഷ്കാൽ പള്ളി സന്ദർശിക്കാം. ഇതാ ഈ കാണുന്ന മനോഹരമായ മിഷ്കാൽ പള്ളി. എന്താണ് ചോദിക്കുക? പോർച്ചുഗീസ്, ഇവിടെ ഞാൻ മാറ്റി എഴുതിയാണ്, നിങ്ങൾ നോട്ടിലേക്ക് മാറ്റി എഴുതി കേട്ടോ. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാനപ്പെട്ട യുദ്ധ കേന്ദ്രമായിരുന്ന പള്ളി ഏതാണ്? മിഷ്കാൽ പള്ളി. ഏതാണ്? മിഷ്കാൽ പള്ളി. ഓക്കെ ആണല്ലോ, മിഷ്കാൽ പള്ളി. അങ്ങനെയാണെങ്കിൽ ഒരു ആരാധനയ്ക്ക് വേണ്ടിയിട്ടൊരു പള്ളി, ഒരു ക്രിസ്ത്യൻ ചർച്ച് ആ കാലഘട്ടത്തിൽ വന്നിരുന്നു. അതിന്റെ വർഷം എടുത്തു കൊടുത്തുകൊണ്ട് ഞാനിതാ മാറ്റി എഴുതുന്നു. 1513 എന്ത് വരുന്നു? ദേവമാത കത്തീഡ്രൽ. ദേവമാത ഇതൊക്കെ ഞങ്ങളുടെ കോഴിക്കോടാട്ടോ. കൽബിൽ തേനൊഴുകണ കോഴിക്കോട്. നിങ്ങൾ കേട്ടില്ലേ? മിഠായി തെരുവൊരു ബീവി സൽക്കാരം. ഞാനിപ്പോ വയ്യാത്തോണ്ട് പാടുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അമീൻചന്ത വഴി എന്ന് കാണേ, അങ്ങനെ പാട്ടൊക്കെ ഉണ്ട്. അതിന് പകരം എന്ത് ചെയ്യാ? തളി ക്ഷേത്രം കണ്ടോ, മിഷ്കാല് പള്ളിയിൽ പോയി, ദേവമാത കത്തീഡ്രൽ കടൽ പാലവും കണ്ട് എന്നൊക്കെ പാടാം. വയ്യടാ. അപ്പൊ അതുകൊണ്ടാട്ടോ. അപ്പോ ഇത്തരത്തിൽ നിങ്ങൾക്ക് 1513 വർഷം പഠിക്കണേ. രേവതി പട്ടത്താനമുള്ള തളി ക്ഷേത്രം, അതുപോലെ തന്നെ മിഷ്കാൽ പള്ളി, 1513 ദേവമാത കത്തീഡ്രൽ. ഒരു പക്ഷേ കോഴിക്കോടുകാര് ഇത് ഇപ്പൊ കേൾക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടോ എന്ന് കമന്റ് ചെയ്യണം, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ദേവമാതാ കത്തീഡ്രൽ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടോ? മിഷ്കാൽ പള്ളിയോ? ഞാൻ കോഴിക്കോടായിട്ട് കേട്ടില്ലല്ലോ, ഞാൻ ഇവിടെ ഒന്നും പോയിട്ടില്ലല്ലോ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒരാൾ കമന്റ് ചെയ്യുക, എന്നിട്ട് അവിടെ ലൈക്ക് അടിച്ച് പൊട്ടിക്ക്. അങ്ങനെ ബാക്കിയുള്ളവർ ഒരു പക്ഷേ ഒരു 50 പേരൊക്കെ കോഴിക്കോടായിട്ട് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10-20 പേര് പോയിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കോഴിക്കോടുകാരനായിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ സന്ദർശിക്കണം. കടൽപ്പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ രാജ്യങ്ങളുമായി കോഴിക്കോടുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന് തെളിവാണ് ഇത്തരത്തിലുള്ള കടൽപ്പാലങ്ങൾ. മിഷ്കാൽ പള്ളി, തളീക്ഷത്തിലെ രേവതി പട്ടത്താനം, 1513 എന്താ പറയാ നിർമ്മിച്ച കോഴിക്കോടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകമായിട്ട്. ഇപ്പൊ ദേവമാതാ കത്തീഡ്രലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാം. ദേവമാതാ കത്തീഡ്രലുമായി ബന്ധപ്പെട്ട വിദേശികൾ ആര്? അല്ലെ? അവിടെ ബ്രിട്ടീഷുകാര് അല്ലെങ്കിൽ ഫ്രഞ്ചുകാര് എന്നൊക്കെ കൊടുക്കാം. പോർച്ചുഗീസുകാരാട്ടോ. ഇടങ്ങര ഷെയ്ഖ് മസ്ജിദ്. ഇപ്പൊ ഞാന് ഇപ്പൊ ഒരു മിഷ്കാൽ പള്ളിയെ കുറിച്ച് പറഞ്ഞോണ്ട് മുമ്പ് ഒരുപാട് വർഷം മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണിത്. ഇത് ഇതേ സ്പോട്ടിൽ എന്ന് വെച്ചാൽ അവിടെ ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ, 5 ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇടങ്ങേര ഷെയ്ഖ് മസ്ജിദ്. അവിടെ പ്രശസ്തമായ ഒരു അപ്പം വാണിഭം നേർച്ച നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പക്ഷെ അറിയാത്തവരുണ്ടാവും, അവരോട് വേണ്ടിയിട്ട് പറയാണ്. നമ്മുടെ മരാമൺ കൺവെൻഷൻ, അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല, പല ഇപ്പോ എന്താ പറയാ, നമ്മള് ഇങ്ങോട്ട് പോകാറില്ലേ, ഇങ്ങോട്ട് മലയാറ്റൂര്, അങ്ങനെ പല സ്ഥലങ്ങളിലെയും ഇത്തരത്തിലുള്ള നേർച്ചകളെ കുറിച്ചൊക്കെ PSCയിൽ ചോദിക്കാറുണ്ട്, സംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പൊ ഇടങ്ങേര ഷെയ്ഖ് മസ്ജിദിലെ അപ്പം വാണിഭം നേർച്ച നടക്കുന്ന ജില്ല ചോദിച്ചാൽ നിങ്ങൾ എഴുതുക കോഴിക്കോട്. സാഹിത്യ സ്രോതസ്സുകളെ കുറിച്ച് ഇവിടെയാണ് മക്കളെ ഈ കഴിഞ്ഞ PSC പരീക്ഷയ്ക്ക് ചോദ്യം വന്നത്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് SCERT എന്നാണ് ചോദ്യങ്ങൾ വരുന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ഏതിന്ന് ചോദിക്കുവേ? ഇവിടെ ചില ഒരു വരികളുണ്ട്. കടൽ മകളായ കന്യക ഈ നഗരത്തിൽ വാസമുറപ്പിച്ചത് കൊണ്ടാണത്രേ കടലമ്മ ദ്വീപാന്തരങ്ങളിൽ നിന്ന് രത്നങ്ങളൊക്കെ ചുമന്നു കൊണ്ടുവരുന്ന കപ്പലുകളെ തിരമാലകൾ കൊണ്ട് തട്ടി കോഴിക്കോട് എത്തിച്ചിരുന്നത്. കോകില സന്ദേശം എന്ന് പറയുന്ന കൃതിയിലെ വരികളാട്ടോ. കോകില സന്ദേശം പലർക്കും അറിയില്ലായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നപ്പോഴാണ് ഇത് എവിടുന്ന് പഠിച്ചതാണ്, ഞങ്ങളെ പഠിപ്പിച്ചില്ലല്ലോ ചിന്തിച്ചു. 15-ാം നൂറ്റാണ്ടിൽ, അടുത്ത പരീക്ഷ ചോദിക്കും, ശ്രദ്ധിക്കണം, 15-ാം നൂറ്റാണ്ടിൽ. നേരത്തെ ബേക്കൽ കോട്ട ഏത് നൂറ്റാണ്ടായിരുന്നു? ബേക്കൽ കോട്ട അത് 17 ആയിരുന്നു, ഓർമ്മയല്ലേ? ഓക്കെ. ഇപ്പൊ ഇവിടെ 15-ാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡ ശാസ്ത്രികൾ. നേരത്തെ ഞാന് ഈ സൂര്യയെ കുറിച്ചൊക്കെ പഠിപ്പിച്ച ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പൊ സൂര്യ പേരൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം എന്തോടാ? ഉദ്യോധന സൂര്യ എന്നൊക്കെ. ഇവിടെയുള്ള പേര് ഉദ്ദണ്ഡ ശാസ്ത്രി. കണ്ടോ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടോ? ഇത് 2025-ലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 2025-ൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് ഈ ചാപ്റ്റർ നിന്നാണ് ചോദ്യം വന്നത്. അപ്പൊ അത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ആവശ്യം മനസ്സിലായോ? അത് ഉദ്ദണ്ഡ ശാസ്ത്രികളൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായോ? ഉദ്ദണ്ഡ ശാസ്ത്രികൾ ചോദിച്ച
കോകില സന്ദേശം എന്ന സംസ്കൃത സന്ദേശ കാവ്യത്തിൽ കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ ഒരു ശ്ലോകത്തിന്റെ ആശയം വായിച്ചു നോക്കൂ. അതാണ് പറയുന്നത്. അപ്പൊ ഉദ്ദണ്ഡ ശാസ്ത്രികൾ രചിച്ചു എന്ത്? കോകില സന്ദേശം. എന്ത് രചിച്ചു? കോകില സന്ദേശം. 15-ാം നൂറ്റാണ്ടിൽ രചിച്ചു. അതിൽ എന്തിനെ കുറിച്ച് പറയുന്നുണ്ട്? ഞങ്ങളെ കോഴിക്കോടിനെ കുറിച്ച് പറയുന്നുണ്ട്. കോഴിക്കോടിന്റെ പാട്ട് നമുക്ക് അടുത്ത ക്ലാസ് പറയാം, അല്ലെങ്കിൽ കേരള ജോഗ്രഫി കോഴിക്കോട് എടുക്കുമ്പോൾ പാടട്ടോ. ഓക്കെ. അപ്പൊ പിള്ളേരെ, സംഘകാല സാഹിത്യ കൃതികളിൽ കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെ കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളിൽ തമിഴിൽ രചിക്കപ്പെട്ട സംഘ സാഹിത്യ കൃതികളാണ് പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കറുന്തോക്കൈ, നറ്റിനൈ തുടങ്ങിയ പ്രധാനപ്പെട്ട സംഘകാല സാഹിത്യ കൃതികൾ. ഞാൻ നേരത്തെ നിങ്ങളോട് ലിഖിതങ്ങളെ കുറിച്ച് പറഞ്ഞു. തിരുസാപ്പള്ളി, വാഴപ്പള്ളി, അങ്ങനെ ഒരുപാട് ശാസനങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ സംഘകാല സാഹിത്യ കൃതികളും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോ സാത്തനാറ്, അല്ലെങ്കിൽ മണിമേഖല, സാത്തന, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, തിരുവള്ളുവരെ കുറിച്ചും തിരുക്കുറലിനെ കുറിച്ചും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അകനാനൂറ്, പതിറ്റുപത്ത്, പുറനാനൂറ്, ഇപ്പോ മീൻ വിറ്റും ഓണം ഉണ്ണണം കാണം ഉണ്ണണം അങ്ങനത്തെ ഒരു വരികളുണ്ട്. എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ SCERT 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും ഉണ്ട്. അത് മുമ്പത്തെ SCERT അത് LGSന്റെ പരീക്ഷ ചോദിച്ചിരുന്നു. പുറനാനൂറിലെ വരികൾ ഏതാണ്, അകനാനൂറിലെ വരികൾ. അപ്പൊ അതുകൊണ്ട് നമുക്കത് മറ്റൊരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെ കുറിച്ച് വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കുന്ന സംഘകാല കൃതികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിലേക്ക് എഴുതിയെടുക്കുക. പതിറ്റുപത്ത് എന്താണ്? പതിറ്റുപത്ത് നിങ്ങൾ അത് ജസ്റ്റ് പഠിച്ചാൽ മതി കേട്ടോ. പതിറ്റുപത്ത്. പുറനാനൂറ് എന്താണ്? പുറനാനൂറ്. അകനാനൂറ് ഞാൻ മാറ്റി എഴുതേണ്ട ആവശ്യമുണ്ടോ? അകനാനൂറ്. പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്. ദെൻ ഇവിടെ മുകളിൽ എഴുതണ്ടേ കുറുംതോക്കൈ. കുറുംതോക്കൈ. ഓക്കെ. നറ്റിനൈ എന്താണ്? നറ്റിനൈ. നൈറ്റി അല്ല കേട്ടോ, നറ്റിനൈ. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് 5 ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നവർ കമന്റ് ചെയ്യുക. എന്താ കമന്റ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 3 എന്നിടാം. കാരണം ലാസ്റ്റ് ഞാൻ 2 ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അറിയുന്നവർ ജസ്റ്റ് 3, ക്വസ്റ്റ്യൻ നമ്പർ 3 എന്നിട്ടിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇതുപോലെ വിവിധ ഭാഷകളിലായി വിവിധ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ധാരാളം സാഹിത്യ കൃതികൾ നമുക്കുണ്ട്. ഈ കൃതികൾ രചിക്കപ്പെട്ട കാലത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് 12-15 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും വിവരം നൽകുന്നുണ്ട്. മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. വടക്കൻ പാട്ടുകൾ കേട്ടില്ല? പുത്തൂരം വീട്ടിൽ പീറന്നോരെല്ലാം, അങ്ങനെയുള്ള പണ്ടത്തെ ഈ പറയുന്ന പാണം പാടി നടക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, അങ്ങനെ പല പാട്ടുകളുണ്ട്. ഇതിന്നൊക്കെ നമുക്ക് ചരിത്രത്തിന്റെ പല കാര്യങ്ങൾ കിട്ടും. ഇപ്പൊ അത്തരത്തില് ഉണ്ണിയാർച്ചയുടെയും തച്ചോളി വീട്ടിലെ കുഞ്ഞോദേനൻ എന്നൊക്കെ പാടുമ്പം നമ്മുടെ മനസ്സിലേക്ക് പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ച എന്നൊക്കെ കിട്ടുക. അപ്പൊ അത്തരത്തിലുള്ള പാട്ടുകളെ കുറിച്ച് നമുക്ക് നോക്കണം. ചന്തുമേനോന്റെ ഒരു കൃതിയെ കുറിച്ച് പരാമർശിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് ചോദിച്ചാൽ കൂട്ടുകാർ പറയണം 1887 കുന്തലതയാണ്. അത് ഇതിനകത്ത് ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയ. ഇത് അപ്പു നെടുങ്ങാടി രചിച്ച കൃതിയാണ്. ആരാണ് ആള്? അപ്പു നെടുങ്ങാടി. നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകൻ ഇയാളല്ല കേട്ടോ. അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. വർഷം എന്തിനാണ് സാറേ പഠിക്കണോ? പഠിക്കണം. ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം ഞാൻ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് 4-5 വർഷം മുമ്പ് യൂട്യൂബ് തന്നെ എടുത്ത് പിന്നെ പലപ്പോഴും എടുത്ത് ഇപ്പൊ കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു കോഡുണ്ട് 1889. ഞാൻ പണ്ടപ്പോഴും ഉണ്ടാക്കിയ കോഡാണ്. നെഹ്റുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം കോഡായതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. നെഹ്റുവിന് ഒരു പെങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പലപ്പോഴും ഇപ്പൊ കേരളത്തിലെ പല സെന്ററുകളൊക്കെ ഇത് ഇപ്പൊ 4-5 വർഷമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ 1889 നെഹ്റുവിന്റെ പെങ്ങളെ കുറിച്ച്, ഇന്ദുലേഖ എന്ന് പറയുന്ന കാതിൽ കമ്പ് കുത്തിയ ഒരു സ്ത്രീയെ കുറിച്ച് ഒരു കഥയുണ്ട്. നമുക്കത് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, ആ കോഡ്. അപ്പൊ നെഹ്റു ജനിച്ച വർഷമാണ് സഹോദരൻ അയ്യപ്പനും കേളപ്പനും ഒക്കെ ജനിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായിട്ട് ഹിറ്റ്ലറിനെയും ചാർലി ചാപ്ലിനും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ലോകം കണ്ട ഏറ്റവും ദുഷ്ടനാണ് ഹിറ്റ്ലർ, ലോകം കണ്ട ഏറ്റവും വലിയ കൊമേഡിയനാണ് ചാപ്ലിന്, ലോകം കണ്ട ഏറ്റവും വലിയ മതേതര വിശ്വാസിയും നിരീശ്വരവാദിയൊക്കെ ആയിരുന്നു നെഹ്റു അല്ലെ. അപ്പൊ നെഹ്റു ജനിച്ചു, ചാപ്ലിൻ ജനിച്ചു, ഹിറ്റ്ലർ ജനിച്ചു, സഹോദരൻ അയ്യപ്പൻ ജനിച്ചു, കേളപ്പൻ ജനിച്ചു. ഇതൊക്കെ 1889 അപ്പൊ ഇവർക്കൊരു പെങ്ങൾ ഉണ്ടായിരുന്നു. ആ പെങ്ങളാണ് ഇന്ദുലേഖ എന്ന് ഞാൻ പറയാറുണ്ട്. എന്ന് വെച്ചാൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. ഇന്ദുലേഖ ഏത് വർഷം പുറത്തിറങ്ങി? 1889. അതിന് 2 കൊല്ലം മുമ്പാണ് കുന്തലത എന്ന് പഠിച്ചു വെച്ചാൽ മതി.
അപ്പൊ 1887 ആയിരിക്കുമല്ലോ. മനസ്സിലായോ സാറേ? ഓക്കെ. അപ്പൊ ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ അല്ലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്ഭവത്തെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന കൃതിയാണ് ഇന്ദുലേഖ. ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ സ്റ്റാർ ഇടാൻ പോവാണ്. കേരളത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിദേശ സഞ്ചാരികളെ കുറിച്ച് പറയുന്നുണ്ട്. ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. മെഗസ്തനീസ് ഏത് രാജ്യക്കാരാണെന്ന് ചോദിക്കും. കേരളത്തെ കുറിച്ച് പരാമർശിച്ച വിദേശ സഞ്ചാരിയായ മെഗസ്തനീസിന്റെ രാജ്യം ഏത് ചോദിച്ചാൽ ഓപ്ഷനിൽ പേർഷ്യ, വെനീസ്, മൊറോക്കോ കൊടുക്കും. മെഗസ്തനീസ് അല്ലെ, സ്തനീസ് എന്ന് കേൾക്കുമ്പം ഗ്രീസ്. നിങ്ങൾ നോക്കിക്കേ, അവിടെ വെനീസിലേക്ക് പോകണ്ട കേട്ടോ. മെഗസ്തനീസ്, സസ്തനീന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോഡ്. മെഗസ്തനീസ്, ഗ്രീസ്, ഗ്രീസ്, ഗ്രീസ് ഇട്ട് കൊടുക്കുന്നു. മെഗസ്തനീസ്, മെഗസ്തനീസ്, ഗ്രീസ്, മെഗസ്തനീസ്. നല്ലൊരു കോഡ് ഉണ്ടായിരുന്നു, ഞാൻ മറന്നു. നമ്മുടെ പിള്ളേരെ ഞാൻ പഠിപ്പിച്ചിരുന്നു. അറിയുന്ന അന്ന് ക്ലാസ്സിലിരുന്ന പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. സുലൈമാനേ എന്ന് കേൾക്കുമ്പം, അബ്ദുൾ റസാഖേ എന്ന് കേൾക്കുമ്പോൾ പേർഷ്യ. എന്താണ് പേർഷ്യ? അപ്പൊ പേർഷ്യ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു മുസ്ലിം ഫീൽ വരും. പേർഷ്യ, പേർഷ്യ എന്ന് വന്നതൊക്കെ പറയല്ലേ, സലീം കുമാർ എന്തോ സിനിമയുണ്ട് പേർഷ്യ. അപ്പോ വെനീസിലെ വ്യാപാരിയാണ് തോന്നുന്നു ആ സിനിമ. അപ്പൊ സുലൈമാൻ അബ്ദുൾ റസാഖ് എന്ന് കേൾക്കുമ്പോൾ സുലൈമാൻ അബ്ദുൾ റസാഖ് പേർഷ്യ, 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 പേർഷ്യ. സുലൈമാൻ അബ്ദുൾ റസാഖ് പേർഷ്യ. മെഗസ്തനീസ് ഗ്രീസ്. ദെൻ മാർക്കോ, മാർക്കോ സിനിമയല്ല മക്കളെ, വെനീസ് ആണ്. മാർക്കോ പോളോ വെനീസ്, മാർക്കോ പോളോ വെനീസ്, വെനീസ്, വെനിയാണേ, വെനീസ് ആണ്. മാർക്കോ പോളോ വെനീസ് ആണ്. മാർക്കോ പോളോ പഠിച്ചു വെച്ചേക്കുക. എന്തെങ്കിലും കോഡ് കൊണ്ടുവരും കേട്ടോ. ഇപ്പൊ വെനീസ് എന്ന് കേൾക്കുമ്പോ ഒരു കോഡ് ഉണ്ടായിരുന്നു, നാവിന്റെ തുമ്പത്തിന്റെ കിട്ടുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തെങ്കിലും കോഡ്. അപ്പം വെനീസ്, മാർക്കോ പോളോ. പോളോ കാർ ഉണ്ട്, അങ്ങനെ ആലോചിക്കാം. അല്ലെങ്കിൽ മാർക്ക് വാങ്ങണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം. വെനീസ് കേട്ടോ, വെനീസ്, വെനീസ്, വെനീസ്. അങ്ങനെയാണെങ്കിൽ ഇബ്നു ബത്തൂത്ത, എനിക്ക് അസുഖമായിട്ടാണെന്ന് തോന്നുന്നു, ഓർമ്മ വരത്തില്ല. ഇതൊക്കെ ഇങ്ങനെ സ്പോട്ടിൽ കോഡ് വരികയായിരുന്നു. അപ്പൊ ഇബ്നു ബത്തൂത്ത കേൾക്കുമ്പോൾ മറക്കരുത്, ഇബ്നു ബത്തൂത്ത. മൊറോക്കോയിലല്ല, മൊറോക്കോ, മൊറോക്കോയിലെ ഇബ്നു ബത്തൂത്ത അല്ലെ. ഇബ്നു ബത്തൂത്തൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഒരുപാട് ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട് ഇബ്നു ബത്തൂത്തയെ കുറിച്ചൊക്കെ. അപ്പൊ ഇപ്പൊ ഒക്കെ കുറവാണ് ചോദ്യം ചോദിക്കല്, എന്നാലും നിങ്ങളോട് ചോദിക്കാം. ഇബ്നു ബത്തൂത്ത മൊറോക്കോ, ഇബ്നു ബത്തൂത്ത മൊറോക്കോ, ഇബ്നു ബത്തൂത്ത മൊറോക്കോ. നിക്കോളോ കോണ്ടി, നിക്കോളോ കോണ്ടി വെനീസ് ആട്ടാ. അപ്പൊ നിക്കോളോ കോണ്ടി, നിക്കോളോയും മാർക്കോയും, നിക്കോളോ മാർക്കോ കേൾക്കുമ്പോൾ തന്നെ വെനീസ് ആണ് കേട്ടോ. വെനീസ്, നിക്കോളോ മാർക്കോ. മാർക്കോ സിനിമയൊക്കെ ഉണ്ടല്ലോ നിങ്ങള്. നിക്കോളോ കോണ്ടി, മാർക്കോ പോളോ, വെനീസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മഹ്വാൻ, മഹ്വാൻ കേൾക്കുന്ന ഫീൽ ഉണ്ട്. മഹ്വാൻ ചൈനയാണ്. മഹാൻ, മഹാന്മാരൊക്കെ ചൈനയില. മഹ്വാൻ, മഹ്വാൻ ചൈന കേട്ടോ. ഇനി ബാർബർ പോർച്ചുഗീസിന്റെ ഇങ്ങനെ മുടിവെട്ടുന്ന ആലോചിച്ചോ. ബാർബോസ, ബാർബർ പോർച്ചിൽ ഇരുന്നിട്ട് മുടിവെട്ടുക. പണ്ടൊക്കെ വീട്ടിലേക്ക് വന്ന് മുടിവെട്ടുമ്പോൾ അകത്ത് കുത്തിന്റെ മുടിവെട്ടില്ലല്ലോ, പോർച്ചിൽ, പോർച്ചുഗൽ ബാർബോസ. അപ്പൊ പോർച്ചിൽ ഇരുന്നിട്ട് ബാർബർ മുടിവെട്ടും. അതെനിക്ക് ഓർമ്മ വന്നു. ബാക്കിയൊക്കെ ഞാൻ കോഡാക്കിയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അപ്പൊ മറ്റുള്ളവർ പഠിച്ചു പോകില്ല, ദുഷ്ടന്മാരാണ്. കമന്റ് ചെയ്യുന്നത് എനിക്കറിയാം. എന്നാലും മെഗസ്തനീസ് ഗ്രീസ്, സുലൈമാൻ അബ്ദുൾ റസാഖ് പേർഷ്യ, മാർക്കോ പോളോയും നിക്കോളോ കോണ്ടിയും വെനീസ്, മാർക്കോ പോളോയും നിക്കോളോ കോണ്ടിയും വെനീസ്. ഇബ്നു ബത്തൂത്ത, ഇബ്നു, ഇബ്നു ബത്തൂത്ത. താത്ത എന്താ മൊറോക്കാന്ന, മൊറോന്ന, മൊറോ എടുത്ത് താത്ത ഇങ്ങനെ അങ്ങനെ കഴിക്കോ. ബത്തൂത്ത, ബത്തൂത്ത മൊറോക്കോ, മൊറം താത്ത, ബൊറം താത്ത. മഹ്വാൻ ചൈന, ബാർബറോസ, സോറി ബാർബോസ പോർച്ചുഗൽ. പിന്നെ ഉള്ളത് ചില പേരുകളാണ്. നമുക്ക് കോഴിക്കോടിന് ആ പേരെങ്ങനെ കിട്ടി? കോയിൽ, കൊട്ടാരം എന്നുള്ള, അവിടെ നിന്നും കോട്ട എന്നുള്ള 2 പദങ്ങൾ, കോയിൽ കോട്ട എന്നായിരുന്നു പഴയ പേര്. ഇപ്പൊ പലർക്കും ഞാൻ പറഞ്ഞില്ല, കോഴിക്കോട് ആ സ്ഥലങ്ങളിലൊക്കെ പോയില്ലാതെ. അതുപോലെ സ്വന്തം നാടിന്റെ പേരെങ്ങനെയൊന്നും പലർക്കും അറിയില്ല. കോഴിക്കോട്, കോഴിന്റെ കൂടാന്നൊക്കെ മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്. തമാശക്ക് കുഞ്ഞുങ്ങൾക്ക് പറയും കോഴിന്റെ കൂടുള്ള സ്ഥലമായതുകൊണ്ട് കോഴിക്കോട് ആണോ? അല്ല. കോയിൽ അഥവാ കൊട്ടാരം എന്നും കോട്ട എന്നുള്ള 2 പദങ്ങൾ ചേർത്തിട്ട് എന്ത് ചെയ്തു? കോയിലിന്റെ കോട്ട, കോയിൽ കോട്ട എന്നായിരുന്നു പഴയ പേര്. കോയിൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥം. കോട്ട കൊണ്ട് സംരക്ഷിച്ച കൊട്ടാരമാണ് കോയിൽ കോട്ട എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പിന്നീട് കോഴിക്കോട് എന്നായി മാറിയതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഉറപ്പൊന്നുമില്ല, അങ്ങനെ പറയുന്നുണ്ട്. തൃശ്ശൂര്, കണ്ണൂര്, കണ്ണുള്ളതുകൊണ്ടാണോ കണ്ണൂര്? തലശ്ശേരി, തല ഉള്ളതുകൊണ്ടാണോ? തങ്കശ്ശേരി എന്നീ സ്ഥലനാമങ്ങൾ ശ്രദ്ധിക്കുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഊർ അല്ലെങ്കിൽ ചേരി എന്നീ വാക്കുകൾ അവസാനിക്കുന്ന സ്ഥലപ്പേരുകൾ ധാരാളമുണ്ട് അല്ലെ, ഒരുപാടുണ്ട്. പോണ്ടിച്ചേരി അല്ല, കേരളത്തിലെ കാര്യം പറഞ്ഞ ചേരി. നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത്. ഊർ, നിങ്ങളുടെ നാട്ടിൽ ഊർ വെച്ചുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടോ? ചേരി വെച്ചാൽ ചുമ്മാ ഒന്ന് കമന്റ് ചെയ്ത്, അറിയാം, ഒരു തമാശക്ക് ഊർ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരത്തിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ 2 ചോദ്യം ചോദിക്കണം നിങ്ങളുടെ അവസാനം. എടാ, ഇത്രയും നേരം ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ
ഞാൻ ഭയങ്കര വീക്കായിട്ടും ഞാൻ ക്ലാസ് എടുത്തു അവസാനിപ്പിച്ചു. അപ്പൊ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു തരേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ ഒരു ഉത്തരം അറിയില്ലെങ്കിൽ കമന്റ് ചെയ്യണം, അറിയെങ്കിൽ കമന്റ് ചെയ്യുക. ഒന്ന്, കേരളീയനാൽ രചിക്കപ്പെട്ട ആദ്യ കേരള ചരിത്ര ഗ്രന്ഥം. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടാവും സാറേ, ഫത്തുൽ മുബാഹിദീൻ എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ മുവാഹിദീൻ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് രാജാറാം മോഹൻ റോയിലേക്ക് കണക്ട് ആവുക, ഇങ്ങോട്ട് തൂ വരുമ്പോൾ എന്ത് ചെയ്യണം, കേരളത്തിലെ ചരിത്ര ഗ്രന്ഥം അല്ലെങ്കിൽ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് ഇത് വൃത്തിക്ക് ക്ലിയർ ആയിട്ട് ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, ഈ അടുത്തും പഠിപ്പിച്ചിട്ടുണ്ട്, ഇനിയും പഠിപ്പിക്കും. അപ്പൊ അത് കിട്ടാത്തവരെ ക്ലാസ് ഒക്കെ പ്രീവിയസ് ക്ലാസ് SCRT ക്ലാസ്സിൽ കാണുക, നമ്മുടെ പ്ലേലിസ്റ്റിൽ കൃത്യമായിട്ട് കാണുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കണം, നമുക്ക് പഠിക്കണം, റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? അപ്പൊ ഇത് നിങ്ങൾ കമന്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.